നിങ്ങളൊരു 70 ലക്ഷം രൂപ ബഡ്ജറ്റിനുള്ളിൽ 4 ബെഡ്റൂമോട് കൂടിയ 2000 സ്ക്വയർ ഫീറ്റിലെ ഒരു വീട്, അതും തിരുവനന്തപുരത്ത് തിരുമല പേയാട് തച്ചുകൊട്ടാവിന് അടുത്തായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇരുനില വീടാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതും ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള 4 ബെഡ്റൂമോട് കൂടി വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. നമ്മുടെ ഈ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇതിന് മുകളിലേക്ക് ഒരു 3 വില്ലകളുണ്ട്. എല്ലാം നമുക്ക് ഗേറ്റഡ് അല്ല, വേണമെങ്കിൽ ഗേറ്റഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ഈ ഒരു ലാൻഡ് ഏരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടലി 4.6 സെൻറ്റാണ്. നമുക്ക് ഇത് പോരാ, കുറച്ചുകൂടെ സെൻറ്റ് വേണമെങ്കിൽ തൊട്ട് ആദ്യം കാണുന്നൊരു പ്ലോട്ടുണ്ട്, അവിടെ നിന്ന് 5 സെൻറ്റ് വാങ്ങി ഇതിലോട്ട് ചേർക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇത് നമ്മുടെ ഫ്രണ്ട് ഗേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ഭാഗത്തേക്കും ഇതുപോലെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് നോക്കുമ്പോൾ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഇട്ടിരിക്കുന്നത് ടൈൽസാണ്. അതുപോലെ നമ്മുടെ വീടിൻ്റെ ഒരു എലവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബോക്സി ഡിസൈനാണ്, കണ്ടംപററി ബോക്സി ഡിസൈനാണ്. അതുപോലെ വലിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ GI ട്യൂബിൽ ഡിസൈൻ കാണാം. ഫുള്ള് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ കുടിവെള്ളത്തിനായിട്ട് കിണർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേണമെങ്കിൽ KWയുടെ കണക്ഷൻ എടുക്കാം, അങ്ങനെ ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഫുള്ള് ഗ്രാനൈറ്റാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ട്രെഡും റൈസറും എല്ലാം ഗ്രാനൈറ്റാണ്. ഇത് നമുക്ക് നേരെ സിറ്റ് ഔട്ടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ 4x2 സൈസുള്ള വെർട്ടിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാമായിട്ടുള്ള സീലിംഗ്, ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഭിത്തി നോക്കുകയാണെങ്കിൽ ഫുള്ള് ടൈൽ ക്ലാഡിംഗ് ആണ്. കജാര ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡ് രീതിയിലുള്ള ആ ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ഭാഗത്ത് നമുക്ക് 2 പർഗോളയും കാണാം. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നമ്മുടെ ഒരു ഫ്രണ്ട് കതകും കട്ടളയും നോക്കുകയാണെങ്കിൽ പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ ഒരു ലിവിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്ന 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വി ഗാർഡിൻ്റെ ഒരു ഫാനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ TV കൊണ്ട് നോക്കുകയാണെങ്കിൽ മൊറോക്കൻ സീരീസിലുള്ളത് ടൈൽ ക്ലാഡിംഗ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ എല്ലാം HDF യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു വലിയൊരു TV യൂണിറ്റ്, നല്ല വലിയൊരു TV ഒക്കെ വയ്ക്കാൻ പറ്റിയ ഒരു TV യൂണിറ്റ് കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ സ്വിച്ച് ബോർഡെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ആങ്കർ എന്ന കമ്പനിയാണ്. അതുപോലെ മുകളിലായിട്ട് നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു നമുക്ക് സെറ്റ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫോമൽ ലിവിങ്, ഫാമിലി ലിവിങ് എന്ന രീതിയിലാണെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇവിടുത്തെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ സെറ്റ് ചെയ്യാം. അങ്ങോട്ട് വേണമെങ്കിൽ നമുക്കൊരു TV യൂണിറ്റിലേക്ക് നേരെ തിരിച്ചുകൊണ്ടുള്ളൊരു സെറ്റ് ഉപയോഗിക്കാം. അങ്ങനെ 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ആയിട്ടൊരു ഡൈനിങ് ഏരിയ കാണാം. ഇവിടെ ആയിട്ട് നമുക്ക് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് പോയിന്റ് ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു കണ്ടോ, ഇവിടെ ആയിട്ടൊരു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഈ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോഴും ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും എല്ലാം അപ്പോക്സി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ ആയിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ ആയിട്ടെല്ലാം ക്രോക്കറി യൂണിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു വാഷ് ബേസിൻ ഏരിയ കാണാം. ഇവിടെയും സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് തീമിലുള്ള വാഷ് ബേസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടാപ്പ് നോക്കുകയാണെങ്കിൽ ടാപ്പും സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സീലിംഗ് ഏരിയയുടെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ വി ഗാർഡിൻ്റെ ഫാൻ കൊടുത്തിട്ടുണ്ട്. 2 ആ ഒരു ഡിസൈൻ തീമിലുള്ള ഫാൻ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം CNC കട്ടിങ് കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് പോകും. നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോഴും 2 ഭാഗത്തും പാർട്ടീഷൻ കൊടുത്തും അതുപോലെ CNC കട്ടിങ് കൊടുത്തും പോയിന്റ് ലൈറ്റും സർഫസ് ലൈറ്റൊക്കെ കൊടുത്തുമാണ് ഒരു ആർച്ച് പോലെ ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ ആയിട്ടൊരു യൂട്ടിലിറ്റി സ്പേസ് കാണാം. നമുക്കിവിടെ വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടാപ്പ് കാണാം, സ്വിച്ച് ബോർഡ് കാണാം. 2 ഭാഗത്ത് സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് വാമായിട്ടുള്ള നല്ല സീലിംഗ്, എൽ ഷേപ്പിലാണ് ആ സീലിംഗ് കൊടുത്തിരിക്കുന്നത്. അതും പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ആ ഹുഡ് ആൻഡ് ഹോബിൻ്റെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അപ്പം ഗ്ലെൻ എന്ന ബ്രാൻഡാണത്. നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇവിടെ എല്ലാം ഷെൽഫുകളാണ്. അതുപോലെ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. താഴെ അതുപോലെ തന്നെയാണ് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു കിച്ചണും അതുപോലെ വർക്ക് ഏരിയയും ഓപ്പൺ കിച്ചനായിട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ വർക്ക് ഏരിയയും ഓപ്പൺ തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സിങ്കും കാണാം. ഇതെല്ലാം റെസ്പെക്റ്റ് എന്ന കമ്പനിയുടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ എല്ലാം വർക്ക് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എല്ലാം പോയിന്റ് ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ 2x2 സൈസിലുള്ള ഒരു വുഡ് ഗ്രെയിൻ രീതിയിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാം അപ്പോക്സി ചെയ്തിട്ടുണ്ട്.
നമുക്ക് ഇത് കൂടാതെ പുറത്തേക്കൊരു വർക്ക് ഏരിയ വേണമെങ്കിൽ ഡോർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വർക്ക് ഏരിയയുള്ള സ്പേസും ഉണ്ട്. നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ 4 റൂമുള്ള ഈ വീട്ടിൽ താഴെ ഒരു റൂമാണ് ഉള്ളത്, ബാക്കി 3 റൂം മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. ഈ റൂം നോക്കുവാണെങ്കിൽ 15 അടി നീളവും 12 അടി വീതിയുള്ള റൂമാണ്. ഈ ഒരു ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം 4x2 സൈസ് തന്നെയാണ്. അതുപോലെ അതെല്ലാം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് നല്ല വാമായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫാൻ നൽകിയിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ഡിസൈൻ കാണാം. ഇനി നമ്മുടെ റൈറ്റ് സൈഡിലേക്കാണ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് തീമിലുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ എല്ലാം ഒരു വുഡ് രീതിയിലുള്ള ഒരു ടെക്സ്ചർ കാണാം. മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം സ്റ്റോറേജ് സ്പേസ് എല്ലാം കാണാം. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. നമ്മൾ വാഷ്റൂമിന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഫുഡ് ലാമ്പ് കാണാം. നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ PVC ഡോസ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സെറ എന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ മൗണ്ട് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം സെറ എന്ന ബ്രാൻഡ് തന്നെയാണ്. വാഷ് ബേസിനാണെങ്കിലും ഫുള്ള് സെറ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ്. നല്ല വീതിയും നീളവും നോക്കണം, നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ CP ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ മുകളിലത്തെ കാഴ്ചകളിലേക്ക്, ബാക്കി 3 റൂം വരുന്നത് മുകളിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റെയറിലേക്ക് വരുവാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് സ്വിച്ച് ബോർഡ് കാണാം. അതെല്ലാം ആങ്കർ തന്നെയാണ്. അതുപോലെ ഇവിടെ 2 നിഷ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് സർഫസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ടുള്ള സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ വുഡ് രീതിയിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഈ തൂണ് നോക്കുവാണെങ്കിൽ ഇത് തേക്കാണ്. ബാക്കി ഹാൻഡ് റെയിൽസ് എല്ലാം അക്കേഷ്യ വരുന്നത്. അപ്പം നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ സൈഡിലായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇവിടുത്തെ ഒരു ടൈൽ തന്നെയാണ്. അത് പ്രീമിയം രീതിയിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ സ്റ്റെയറിൻ്റെ ഒരു ഡിസൈനും ഒക്കെ നല്ലൊരു പ്രീമിയമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ മുകളിലായിട്ട് 3 പർഗോള കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ടും വാമായിട്ടുള്ള സീലിംഗ് കാണാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു പ്രൊഫൈൽ ചാനൽ ഇവിടെ വരെ കണ്ടിന്യൂ ചെയ്യുകയാണ്. 2 ഭാഗത്തായിട്ട് 2 ജനാലയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ നോക്കുവാണെങ്കിൽ നമ്മുടെ അക്കേഷ്യ വുഡാണ് ഇവിടെ വരെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ അപ്പർ ലിവിംഗ് നോക്കുവാണെങ്കിൽ 3 നിഷ് കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം സർഫസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്കാണെങ്കിൽ വാമായിട്ടുള്ള നല്ല രീതിയിലുള്ള സീലിംഗ് ഇരിക്കുകയാണ്. അതെല്ലാം വാമായിട്ട് ലൈറ്റിംഗ് കൊടുത്ത് പോയിന്റ് ലൈറ്റിംഗ് കൊടുത്ത് അതിമനോഹരമാക്കിയിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഒരു ടൈൽ നോക്കുവാണെങ്കിൽ 160/80 സൈസിലുള്ള വെട്രിഫൈ ടൈലാണ്. അതും ഡ്യൂട്ടോൺ എന്ന കമ്പനിയുടേതാണ്. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടൊരു കോമൺ വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ റൂം നമുക്ക് 2 റൂമുകളാണ് എൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൂം നോക്കുവാണെങ്കിലും ഇവിടെയും 4x2 സൈസിലുള്ള വെട്രിഫൈ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഇവിടെ എല്ലാ കട്ടളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് കതകിൻ്റെ കട്ടളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാവിലാണ്. കതകും പ്ലാവിൽ തന്നെയാണ്. ഇനി നമ്മുടെ ഈ ഒരു റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആ ഒരു നമ്മൾ താഴെ കണ്ട എങ്ങനെയാണോ ആ ഡിസൈനിലുള്ള വാർഡ്രോബ് തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് വിൻഡോസ് എല്ലാം കാണാം. ഇതെല്ലാം പ്ലാവിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പുറകിലായിട്ട് ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റൂമിൻ്റെ ഒരു വാഷ്റൂമാണ് പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്, കോമൺ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ 2ാമത്തെ റൂമിലേക്ക് പോകും. അതായത് ഈ വീട്ടിലെ 3ാമത്തെ റൂമിലേക്ക് പോകും. ഇവിടെ ആയിട്ട് നമുക്ക് ഈ റൂമിലേക്ക് പോകുന്ന സ്പേസ് കണ്ടോ, ഇവിടെ ആയിട്ട് നമുക്കൊരു സിസ്റ്റമൊക്കെ യൂസ് ചെയ്ത് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സ്റ്റഡി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്പേസാണ്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആങ്കർ എന്ന കമ്പനി തന്നെയാണ്. നമ്മുടെ MCB നോക്കുകയാണെങ്കിൽ ആങ്കർ എന്ന കമ്പനി തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല 3 ഫേസ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ 3ാമത്തെ റൂമിലേക്ക് വരാം. ഈ റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിലും നമ്മൾ താഴെ കണ്ട അതേപോലെ തന്നെയാണ്. ഏകദേശം 15 അടി നീളം വരുന്ന റൂമാണ്. അതുപോലെ ഇവിടെയും വാർഡ്രോബ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴത്തെ ആ റൂമിൻ്റെ അതേ സ്പെക്ക് തന്നെ റൂമിന് വരുന്നത്. മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് പോയിന്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. വാഷ്റൂം നോക്കുകയാണെങ്കിലും സെറ എന്ന ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ നല്ലൊരു ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള നല്ല ഗ്രിപ്പ് കിട്ടുന്ന ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 1 സ്ക്വയർ ഫീറ്റിൽ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേസുള്ള വാഷ്റൂമാണ്. ഏകദേശം 8 അടി നീളവും 5 അടി വീതിയുള്ള വാഷ്റൂമാണ്. അതാണ് വേറൊരു പ്രത്യേകത. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂമാണ്. അതുപോലെ ഫിറ്റിങ്സ് എല്ലാം സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ വീട്ടിലെ 4ാമത്തെ റൂമിലേക്ക് പോകാം. ഇതാണ് വീട്ടിലെ ലാസ്റ്റ് റൂം. ഈ റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 10-12 സൈസാണ് വരുന്നത്. അതുപോലെ ഇവിടെയും മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 4x2 സൈസുള്ള വെട്രിഫൈ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം എപ്പോക്സി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ വാർഡ്രോബ് കാണാം. അപ്പോൾ എല്ലാ റൂമുകളിലും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഡോസും അതുപോലെ ബെഡ് സ്വിച്ചും എല്ലാം കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂമിനോട് ചേർന്ന് തന്നെ നമുക്ക് നൈറ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ റൂമിലും നൈറ്റ് ലൈറ്റും കാണാം. അപ്പോൾ ഇവിടെയും നോക്കണമെങ്കിൽ ഇവിടെയും സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ്. ഇവിടെയും സെറ എന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. WC ആണെങ്കിലും അതുപോലെ വാഷ് ബേസിൻ ആണെങ്കിലും അങ്ങനെ ബാക്കി CP ഫിറ്റിങ്സ് എല്ലാം സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എടുത്ത് പറയുന്ന പ്രത്യേകത നല്ല ഗ്രിപ്പുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. അപ്പോൾ തെന്നി വീഴുന്ന യാതൊരു പേടിയും വേണ്ട. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ബാൽക്കണിൻ്റെ ഡോർ നോക്കുകയാണെങ്കിലും ഇതെല്ലാം പ്ലാവ് തന്നെയാണ്. അതുപോലെ മുകളിലായിട്ട് എല്ലാം വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റും കാണാം.
അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണിയിലേക്ക് വരാം. ബാൽക്കണി നല്ല സ്പേസുള്ള ഒരു വിശാലമായിട്ടുള്ള ബാൽക്കണി എന്ന് പറയാം. ഇവിടെ എല്ലാം ഈ ഒരു ടൈൽ ക്ലാഡിങ് പോലും കൈകാര്യം ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ടൈൽ ക്ലാഡിങ് ആണ്. അതുപോലെ മുകളിലായിട്ട് പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഹാൻഡ് റെയിൽ നോക്കുവാണെങ്കിൽ സ്റ്റൈൻലെസ് സ്റ്റീലാണ്, 304 ആണ്. ഇവിടെ എല്ലാം ഗ്ലാസ് പാർട്ടീഷനും കാണാം. ഇനി നമുക്ക് നടന്നുകൊണ്ട് കുറച്ചും കൂടി ഗ്യാപ്പുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോയി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. ടോട്ടലി ഒരു വിശാലമായിട്ടുള്ള ബാൽക്കണി എന്ന് പറയാം. ഇവിടെ ആയിട്ട് GI ട്യൂബുള്ള ഒരു പർഗോളയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവഴി നമുക്ക് നേരെ മുകളിലേക്ക്, അതായത് ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ റൂഫ് ടോപ്പ് ഏരിയ നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ഏരിയ ആണ്. ഇവിടെ നമുക്ക് പർഗോള കാണാം. അതുപോലെ ഇവിടെ 2 വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടും 3 ലെയറാണ്, പോളിപ്ലാസ്റ്റർ കമ്പനിയുടെയാണ്. അതുകൂടാതെ നമുക്ക് ഇവിടെ നമുക്ക് നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അശ കെട്ടാനുള്ള സ്പേസ് എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വില്ല കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടലി 4 വില്ലകളാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഏരിയയിലുള്ളത്. ഇനി ഓപ്പോസിറ്റ് ആയിട്ട് വില്ലകളുണ്ട്. ഇനി നമുക്ക് തൊട്ട് താഴെ നമുക്ക് ഈ ഒരു ലാൻഡിലൂടെ വേണമെങ്കിൽ വാങ്ങിച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ അവിടെയും കൂടെ ഒരു വീട് വരുന്നതാണ്. അപ്പോൾ ടോട്ടലി 5 വീടുകളാവും ഈ ഒരു ലൈനിൽ നോക്കുവാണെങ്കിൽ. പിന്നെ ഒരു നോൺ പൊല്യൂട്ടഡ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് പൊല്യൂഷനിൽ നിന്ന് മാറി, എന്നാൽ സിറ്റിയിൽ നിന്ന് വലിയ ദൂരമില്ല, സിറ്റിയൊക്കെ വളരെ അടുത്ത് തന്നെ ഇവിടുന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഒരു 70 ലക്ഷം രൂപയ്ക്ക് അകത്ത് ഒരു വീട് നോക്കുന്നവർ, 4 ബെഡ്റൂം നോക്കുന്നവർക്ക് ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.